ഹലോ ഗൈസ്, എല്ലാവർക്കും പ്രൗഡ് മലയാളീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ലണ്ടനിലെ 2 ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള ലണ്ടൻ ഐയും മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയവും കാണാൻ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞങ്ങളിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നിയർലി 3 ഇയേഴ്സായി നമ്മൾ UK വന്നിട്ട്, പിന്നെ പലതവണ നമ്മൾ ലണ്ടനിൽ പോയിട്ടുണ്ട്, ലണ്ടനായി പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഇതുവരെ ആ ജൈൻറ്റ് വീലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ വാക്സ് മ്യൂസിയം കണ്ടിട്ടില്ല. അപ്പോൾ അത് രണ്ടും ഇന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ ജേർണി ബിഗിൻ ചെയ്യുന്നത് ലൂട്ടൺ നിന്നാണ്. ലൂട്ടൺ ടു ലണ്ടൻ ആകെ 40 മിനിറ്റ്സ് ഉള്ളൂ. നമ്മൾ ട്രെയിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഓൺലൈൻ ത്രൂ ആയിരുന്നു. ഗെറ്റ് യുവർ ഗൈഡ് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് കോംബോ ടിക്കറ്റ്സ് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുള്ളത്. ലണ്ടനായിരിക്കും മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയത്തിനും കൂടിയിട്ട് £55 പെർ പേഴ്സൺ ആയിരുന്നു. വിച്ച് വാസ് ക്വൈറ്റ് നൈസ്. കാരണം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടിയും എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ബേസിക്കായിട്ട് നമ്മുടെ ജേർണീൻ്റെയും അതേപോലെ തന്നെ ടിക്കറ്റ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ. സോ ഗൈസ്, നമ്മളങ്ങനെ ലണ്ടൻ ഐയിൽ കയറാൻ പോവാണ്. ലണ്ടൻ ഐ എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് വിസിറ്റഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ്. നിയർലി 3.7 മില്യൺ പീപ്പിൾസാണ് ഇത് പെർ ഇയർ വിസിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന് മില്ലീനിയം വീൽ എന്നും കൂടിയും ഒരു പേരുണ്ട്. വൺ ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അബൌട്ട് ലണ്ടൻ ഐ ഇസ് ദാറ്റ് ഇതിന് ഒരു 32 ക്യാപ്സ്യൂൾസ് ആണുള്ളത്. അത് ലണ്ടനിൽ മൊത്തം 32 ബോറോസ് ഉണ്ട്. സോ ഈച്ച് ക്യാപ്സ്യൂൾ റെപ്രസെൻറ്റ്സ് എ ബോറോ. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. പക്ഷേങ്കിൽ ഇവർ ഓരോ ക്യാപ്സ്യൂളിനെയും നമ്പർ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 to 12 വരെ നമ്പർ ചെയ്തിട്ടുണ്ട്. ദെൻ 14 to 33, ബിക്കോസ് 13 അത്രയും ഒരു അൺലക്കി ആയിട്ടാണ് ബ്രിട്ടീഷ് പീപ്പിൾ കൺസിഡർ ചെയ്യുന്നത്. എനിക്കും നമ്മളിവിടെ നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ 13 ഒരു അൺലക്കിയാണ് അങ്ങനെയൊക്കെ. പക്ഷേ ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇത് ബിലീവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ ലണ്ടൻ ഐൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂസ് എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ അവിടെ നിന്ന് കുറേ പിക്ചേഴ്സൊക്കെ എടുത്തിരുന്നു. ജസ്റ്റ് ഒരു 2-3 പിക്ചേഴ്സ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നിയർലി 30 to 40 മിനിറ്റ്സ് എടുത്തു ലണ്ടൻ ഐൻ്റെ ഒരു റൊട്ടേഷൻ കഴിയാൻ വേണ്ടിയിട്ട്. ബിക്കോസ് അത് ഒരു 135 മീറ്റേഴ്സ് ഹൈറ്റ് ഉള്ളൊരു ഫെറിസ് വീലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ പുറത്തിറങ്ങി. ഒരു ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഒരു സോസേജൊക്കെ മേടിച്ച് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ ഇനി മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയത്തിലേക്ക് പോകാൻ പോവാണ്. നമ്മൾ വെസ്റ്റ്മിനിസ്റ്റർ സ്റ്റേഷനിൽ നമ്മൾ ജൂബിലി ലൈൻ എടുത്തിട്ട് മറ്റേ മാഡം തുസാഡ്സിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ എത്തിച്ച് കാണാം. സോ മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയം ഇവിടെ ലണ്ടനിൽ റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് ഓവർ 200 ഇയേഴ്സായി. ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മേരി തുസാഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രഞ്ച് വാക്സ് സ്കൾപ്ചർ ആർട്ടിസ്റ്റാണ്. മേരി തുസാഡ്സ് ആളുടെ വാക്സ് മോഡൽസുമായിട്ട് ഓൾ അറൗണ്ട് ഫ്രാൻസും ലണ്ടനുമായി ട്രാവൽ ചെയ്ത് പല സ്ഥലങ്ങളും ടെമ്പററി ആയിട്ട് എക്സിബിഷൻസ് നടത്തിക്കൊണ്ട് വരികയായിരുന്നു. പിന്നീട് 1815 ലണ്ടനിലെ മാലിബണിൽ ഒരു പെർമനൻറ്റ് എക്സിബിഷൻ സ്പോട്ടായിട്ട് തുടങ്ങിയതാണ് നമ്മുടെ മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയമായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന മ്യൂസിയം. ആൻഡ് നമ്മൾ കയറിയ ഉടനെ തന്നെ നമ്മൾ അമിതാഭ് ബച്ചൻ, ഷാറുഖ് ഖാൻ, പ്രിയങ്ക ചോപ്ര അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സ്റ്റാർസിനൊക്കെ കണ്ടു. ഇവർ മാത്രമല്ല രൺവീർ സിംഗ് ഉണ്ട്, ദീപിക പദുകോൺ ഉണ്ട്, ഹൃതിക് റോഷൻ, കത്രീന കൈഫ്, സച്ചിൻ, അങ്ങനെ പലരും പല ഫീൽഡിലുള്ള പല സ്റ്റാർസിൻ്റെയും വാക്സ് മ്യൂസിയം വാക്സ് സ്റ്റാച്യൂസ് ഉണ്ട്. പിന്നെ ഇതിലെനിക്ക്
ഏറ്റവും അടിപൊളിയായിട്ട് ഇഷ്ടമായത് അമിതാഭ് ബച്ചൻ്റെ വാക്സ് സ്റ്റാച്യു ആണ്. ഭയങ്കര പെർഫെക്ഷനും ഭംഗിയായിരുന്നു സ്റ്റാച്യു. ഷാറുഖ് ഖാൻ്റെ പക്ഷെ കുറച്ച് നമുക്ക് ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ഇത് ഷാറുഖ് ഖാനാണ് എന്നുള്ളത്. എനിക്ക് മാത്രമാണോ എന്നറിയില്ല കേട്ടോ. പിന്നീട് അങ്ങോട്ട് പല പല രാജ്യങ്ങളിൽ പല പല ഫീൽഡിൽ സ്റ്റാർസിൻ്റെ ഒക്കെ മോഡൽസും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ കുറേ പേരൊക്കെ എനിക്കറിയായിരുന്നു, കുറേ പേരൊന്നും അങ്ങനെ അറിയുന്നവരില്ല. കുറേ ഇംഗ്ലീഷ് ഫിലിം സ്റ്റാർസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നീട് അവിടെ നിന്ന് ആഞ്ചലീന ജോളി, മില്ലി ബ്രൗൺ, പിന്നെ അതേപോലെ തന്നെ വൺ ഡയറക്ഷനിലെ ഹാരി, പിന്നെ ബോബ് മാർലി, റോയൽ ഫാമിലിയിലെ മെമ്പേഴ്സ്, ബറാക്ക് ഒബാമ, സച്ചിൻ, ഹൃതിക് റോഷൻ, പിന്നെ അങ്ങനെ ഫിലിം ഡയറക്ടേഴ്സ്, അങ്ങനെ എല്ലാവരുടെയും വാക്സ് മോഡൽസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇതിനൊരു പാർട്ട് 2 പോലെയുള്ളതാണ് നമ്മൾ ചേംബർ ഓഫ് ഹൊറേഴ്സ്. അതായത് വിക്ടോറിയൻ ഇറയിലുണ്ടായിരുന്ന കുറേ ജയിൽ പുള്ളികൾ, ഫേമസ് ആയിട്ടുള്ള മേർഡറേഴ്സ്, അവരുടെയൊക്കെ ഒരു മോഡൽസ് വെച്ചിട്ടുള്ളൊരു പാട്ടാണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. ആക്ച്വലി ഫുൾ ഡാർക്കായിട്ട് ഭയങ്കര ഒരു മിസ്റ്ററി മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതും എനിക്ക് അറിയാത്തൊരു പാട്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അതും ഭയങ്കര ലൈവ്ലി ആയിരുന്നു, നല്ലതായിരുന്നു. Rip the lady's ears off. I'll keep my word. I'll see you ripped up.
ഹലോ ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ മാഡം തുസാഡ്സിന്ന് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ വിശന്നിട്ട് വയ്യ, കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഓക്കെ. പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തത് റെയ്താൻ റെസ്റ്റോറൻ്റ് ആണ്. റെയ്താൻ ബേക്കർ സ്ട്രീറ്റിൽ തന്നെയാണുള്ളത്. എനിക്ക് തോന്നുന്നു മാഡം തുസാഡ്സിൽ നിന്ന് ഒരു 5-6 മിനിറ്റുള്ളൂ, വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഞങ്ങൾ അവിടെ കുറേ സൗത്ത് ഇന്ത്യൻ ഡിഷസും അതേപോലെ തന്നെ അറബിക് ഡിഷസൊക്കെ അവൈലബിൾ ആണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് മട്ടൻ മന്തിയാണ്. 18 pounds ആണ് ഒരു മന്തിക്ക് എന്നാണ് എൻ്റെ ഓർമ്മ. ഇങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് വയറ് നിറച്ച് നല്ല ഉഷാറായിരുന്നു. ഫുഡൊക്കെ നല്ല അടിപൊളിയാണ്. ആക്ച്വലി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നീട് ലണ്ടൻ ബ്രിഡ്ജിൽ പോയി കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ലൂട്ടനിലോട്ട് തിരിച്ചു പോയത്. ഇതിൽ ആക്ച്വലി ഞങ്ങളൊരു ബൈ നോട്ട് പറയാനായിരുന്നു ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഭയങ്കര കാറ്റ് കാരണം ഒന്നും ഓഡിബിൾ ആയിരുന്നില്ല. സോ എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഇനിയും ഞങ്ങളുടെ വീഡിയോസും വ്ളോഗ്സൊക്കെ കാണണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.